ഏറ്റുപാടിടാൻമോടെ നാടു നാടുനൂറ്റമോടെ നാടു പൂർവസൂരകൾ ൂറ്റമോടെ നാടു നന്മയോടെ ൂറ്റമോടെ നാടു പുതിയ കിഴകളിഴകളെത്തണം പുതിയ കിഴകളിഴകളെത്തണം ലഹരിയുറങ്ങുറവസമേയുണർത്തണം ൂറ്റമോടെ നാടു ജന്മയുള്ള ൂറ്റമോടെ നാടു ൂറ്റമോടെ നാടു ൂറ്റമോടെ നാടു പുതിയ നാളു ൂറ്റമോടെ നാടു ൂറ്റമോടെ നാടു
ധർമ്മ കൊടിയേറ്റുവാങ്ങിടാം സൂര്യകൾ ധർമ്മത്തിൻ കൊടിയേറ്റുവാങ്ങിടാം കൊടിയേറ്റു പാടി നാടുണവനലയൊലേ നന്മക്കായി ഉറച്ചു നാടുണർത്തണം തിന്മയോടെ ധർമ്മകാഹളം നന്മക്കായി ഉറച്ചു നാടുണർത്തണം തിന്മയോടെ ധർമ്മകാഹളം വന്മതീർന്നതടയൊരടയൊരം കർമ്മമാലമാലമാലമാന്ത്രമാന്ത്രമം പാടി ൂടെ നാടുണവനലയൊലേ കലുഷകാലവഴിയടർന്ന എഴുതി പുതിയ കിഴകളിഴകളെത്തണം കലുഷകാലവഴിയടർന്ന എഴുതി പുതിയ കിഴകളിഴകളെത്തണം ലഹരിയുറങ്ങുറവസമേയുണർത്തണം നാടുണസ്വയസ്വയന്ത്രണം പാടി ൂടെ നാടുണവനലയൊലേ തീവ്രമല്ല കർമ്മമർമ്മമണ്ഡലം കൊളിക്കുവാക്കുകൾ മുഴൽക്കരല്ലവം തീവ്രമല്ല കർമ്മമർമ്മമണ്ഡലം കൊളിക്കുവാക്കുകൾ മുഴൽക്കരല്ലവം മാനവീരമൂല്യമുള്ള നാളിനാളികൾ ചുഴച്ചണം പാടി ൂടെ നാടുണവനലയൊലേ പുഞ്ചിരി പടം ബോധനം സേവനേവകരു സാന്ത്വനാവണി രാജരാജണം പാടി നാടുണവനലയൊലേ വികലചികൃതമൂർച്ചയൂരിനാൽ വിശ്രമിശ്രമിസ്വയസ്വയസ്വയസ്വബോധനാറിടാറിടാതുജാതൻ കാവലാളനാളനാളണം പാടി നാടുണവനലയൊലേ വളർന്നു രാവണ പുതിയ നാളുകൾ ഞങ്ങൾ പറയുന്നു
ഞങ്ങൾ ഉറക്കെ പറയുന്നു, ലോകരാഷ്ട്ര നായകരെ, ലോകരാഷ്ട്ര നായകരെ, കുരുതിപ്പണ്ട് നിങ്ങൾക്കുണ്ട്, കുരുതിപ്പണ്ട് നിങ്ങൾക്കുണ്ട്. ബോംബർക്കൊപ്പം തീയുണ്ടല്ലേ, ജൂതപ്പടയുടെ ധിക്കാരത്തെ, നിവർന്നു നിന്നിട്ടെതിർത്തു നിൽക്കും, പാലസ്തീനി കുട്ടികളെ, പാലസ്തീനി കുട്ടികളെ, കരുത്തുചോര തുമ്മമാരെ, ഞങ്ങളുമുണ്ട് നിങ്ങൾക്കൊപ്പം, പിന്തുണ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും, SYS ജിന്ദാബാദ്, മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, ഐക്യദാർഢ്യം ജിന്ദാബാദ്, രാവും പകലും വേദന തിന്നു മനുഷ്യരോട് SYS-ന്റെയും SSF-ന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, 1918 ഉസ്മാനിയ ഖിലാഫത്തിന് ശേഷം ആരംഭിച്ച അധിനിവേശ സാമ്രാജ്യത്വ ക്രൂരതകൾക്ക് ഇരയാണ് ഫലസ്തീൻ ജനത എന്ന് നമുക്ക് ചരിത്രം പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അന്ന് മുതൽ ഇന്ന് വരെ അനുഭവിക്കുന്ന പീഡനങ്ങളും യാതനകളും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധമാണ്. 1947 ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ക്രൂരതകൾ, ഈ കഴിഞ്ഞ 2 വർഷത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യകൾ, 10,000-കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും മനുഷ്യരും പിടഞ്ഞു വീണ മരിക്കുന്ന ദാരുണമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി കിടന്ന അസ്ഥികൂടങ്ങളായി മരിച്ചു വീഴുന്ന ഗസയിലെ പിഞ്ചു മക്കളുടെ ചിത്രങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് 44 രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്ന് തുടങ്ങി 44 രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളും ബോട്ടുകളും ഗസയിലെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക്, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണവും സഹായവും എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അതിനെ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് സമാനതകളില്ലാത്ത വിധം അങ്ങേയറ്റ ഭീകര പ്രവർത്തനങ്ങൾക്ക്, ക്രൂരകൃത്യങ്ങൾക്ക് നെതന്യാഹുവിന്റെ പട്ടാളം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കേരളത്തിലെ എല്ലാ സോൺ തലങ്ങളിലും മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ അണിനിരക്കുന്ന പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പ്രകടനം ഇവിടെ സമാപിക്കുകയാണ്. നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി SYS-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട നജീം മാസ്റ്റർ എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കാൻ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയരായ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ,
ലോകമൊടുക്കെ ഗ്ലോബൽ സമൂഹത്തിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഫലസ്തീനിലെ പ്രഗത്ഭനായ ഒരു കവി റിഫാത്ത് ലറിയറുടെ വാക്ക് ഓർത്തു പോവുകയാണ്. നമ്മുടെ നഗരം പൊട്ടിത്തെറിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ ആത്മാവ് ഉറച്ചിരിക്കുകയാണ്. യുദ്ധം നമുക്ക് വേദിയാകില്ല, പരീക്ഷ ഞങ്ങളുടെ വഴികാട്ടിയാകില്ല. ലോകത്ത് ഈ വാക്കുകൾക്ക് ഇത്രമേൽ പ്രായോഗികമായ തലം നൽകിയ ഒരു ജനതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ലോകത്തിന് പറയാനുള്ള ഒരേ ഒരു ഉത്തരവ്. അത്രമേൽ കഠിനമായ യാതനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങി വംശഹത്യ എന്ന് പറയുന്ന ജനോസിഡ് എന്ന് ലോകം ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 40-ലധികം കപ്പലുകൾ, 500-700 വരെ നീളുന്ന അന്താരാഷ്ട്ര പ്രവർത്തകർ, ധാരാളം രാജ്യങ്ങൾ, അവരെല്ലാം ഗസയുടെ തീരങ്ങളിലേക്ക് അവരുടെ നാടുകളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വെടിയുണ്ടയാണെങ്കിൽ വെടിയുണ്ടയേൽക്കാം, ഭയപ്പെടുത്തിക്കൊണ്ടോ പേടിപ്പിച്ചുകൊണ്ടോ കണ്ണുരുട്ടിക്കൊണ്ടോ പൈശാചിക നൃത്തമാടിക്കൊണ്ടോ ഞങ്ങളുടെ വരവിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇതാ മാനവരാശിയുടെ മനുഷ്യത്വം അസ്തമിക്കാൻ പാടില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. മറ്റൊന്നുമില്ല, മതമില്ല, ജാതിയില്ല, പ്രാസ്ഥാനികമായ വൈരുദ്ധ്യങ്ങളില്ല, വിശ്വസിച്ച കുടിയടയാളത്തിന്റെ വ്യത്യാസമില്ലാതെ ഒരു ജനതയ്ക്ക് വേണ്ടി പട്ടിണിക്കിട്ട് കൊല്ലുന്ന മഹാനീചത്വത്തിനെതിരെ, പൈശാചികതയ്ക്കെതിരെ, ബ്രൂട്ടാലിറ്റിക്കെതിരെ അതിശക്തമായി പൊരുതുവാൻ വേണ്ടി ലോക ജനതയുടെ ശബ്ദം ക്ഷണിച്ചുകൊണ്ടാണ് ഗ്ലോബൽ സമൂഹ ഫോർട്ടില്ലയുടെ വ്യത്യസ്തമായ ഗസലുകൾ അവർക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും മറ്റു സജ്ജീകരണങ്ങളുമായി കടന്നു വരുന്നത്. ആ സജ്ജീകരണങ്ങളെയും ആ വരവിനെ പോലും അതിനിഷ്ഠൂരമായി പൈശാചികമായി ലോകത്തെ ഏറ്റവും വലിയ വംശഹത്യയുടെ ഉപാസകനായി, വംശവരയുടെയും വംശഹത്യയുടെയും പ്രണേതാവായും പ്രയോക്താവായും ലോകത്ത് സ്വയം കൊണ്ടുഘോഷിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും അയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകത്തെ ചില രാജ്യങ്ങളും അത്രമേൽ ഭീതിദായകമായ അന്തരീക്ഷത്തിലൂടെ മനുഷ്യത്വത്തിന്, മാനവരാശിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, നാം ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടി തെരുവിലിറങ്ങുക എന്നുള്ളതാണ്. തെരുവിന്റെ ഓരങ്ങളിൽ, തെരുവിന്റെ നിരത്തുകളിൽ ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയാനുള്ള ആർജവം കാണിക്കുകയാണ് ലോകത്ത് നാം ചെയ്യേണ്ടത്. മണ്ണ് വാരി പിടിച്ചുകൊണ്ട്, മണ്ണെടുത്തുകൊണ്ട്, അത് വായിലിട്ടുകൊണ്ട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ലോകത്തോട് ചോദിക്കുകയാണ്. ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങളുടെ പിഞ്ചുള്ള മനസ്സിനെ വായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന് നമ്മോട് പറയാതെ പറയുന്നുണ്ടവർ. ചിലരിത രോഷാഗ്നിയോടുകൂടി പറയുകയാണ്, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? പിറന്ന മണ്ണിൽ ജീവിച്ചു എന്ന ഒറ്റ തെറ്റ്, പിറന്ന മണ്ണിൽ ഉഷിരോടുകൂടി ഉയരെടുക്കാൻ വരുന്നവന്റെ നേരെ പ്രതിരോധിച്ചു എന്ന കാരണത്തിന്റെ പേരിലാണ് 1917-18 കാലയളവിൽ ബാൽഫോർ എന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ അവിടുത്തെ ഈ ലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോയി ലോകത്തിന്റെ മുന്നിൽ പരിഹാസ്യരായ ഒരു ജനസമൂഹത്തിന് മണ്ണ് കൊടുത്തു എന്നുള്ളതാണ് പാലസ്തീൻ ചെയ്ത തെറ്റ്. പാലസ്തീന ജനത സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ജൂത സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കുള്ള മണ്ണിൽ നിന്ന് ഒരു മണ്ണ് ഞങ്ങളിതാ മാനവികതയുടെ പേര് പറഞ്ഞുകൊണ്ട്, മനുഷ്യത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ പങ്കു തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പങ്കിട്ടെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ മണ്ണിൽ പിടിച്ചു നോക്കിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് അറബികളെയും പാലസ്തീന ജനതയെയും ഗസയെ പ്രത്യേകിച്ചും ഇഞ്ചിഞ്ചായി കൊള്ളുകയായിരുന്നു. അന്ന് ഈ ജൂത പരിശുകൾക്ക് ഒരു പിടി മണ്ണ് കൊടുത്തതിന്റെ പേരിൽ ഇത്രയേറെ നിഷ്ഠൂരതകൾ, ഇത്രയേറെ യാതനകൾ, ഇത്രയേറെ പൈശാചികതകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് തലമുറകളായി അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചു കാണുന്നില്ല. 1917-18 ബാൽഫോർ പ്രഖ്യാപനത്തോടുകൂടി ബ്രിട്ടൻ ലോകത്തോട് ചെയ്ത വലിയ ചതി, ആ ചതിക്ക് ഇന്നവര് ഒരു തിരുത്തി
പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ് പറഞ്ഞത്? ഫ്രീ പലസ്തീൻ എന്നുള്ളത് ഒരു സ്വപ്നമായി തന്നെ നിൽക്കേണ്ടതല്ല, അത് യാഥാർത്ഥ്യമാവേണ്ടതുണ്ട്. സ്വതന്ത്ര രാഷ്ട്രം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അന്ന് അവർ ചെയ്തു കൊടുത്തുക, അന്ന് അവർ നടത്തിപ്പോയ, അവർ പ്രഖ്യാപിച്ച മഹാതെറ്റിന്റെ അപരാധത്തെ ഇന്ന് അവർ മനസ്സിലാക്കുകയാണ്. ആ തെറ്റിന് അവർ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് ഫ്രീ പലസ്തീൻ എന്നുള്ളത് സ്വന്തം രാഷ്ട്രം എന്നുള്ളതിനെ പോലും അംഗീകരിക്കാൻ സാധിക്കുന്നു. എത്രമേൽ ധിക്കാരമാണ് നമുക്ക് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യം ഇത്രമേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. 66,000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടെന്ന് ഔദ്യോഗിക കണക്ക് പറയുമ്പോൾ അനൗദ്യോഗികമായ കണക്കുകൾ എത്രയോ മേലെയാണ്. 1,19,000-ലധികം വരുന്ന വീടുകളും കെട്ടിടങ്ങളും ഒക്കെ പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. വെള്ളമില്ലാതെ, കറണ്ട് ഇല്ലാതെ, മറ്റു സജ്ജീകരണങ്ങളില്ലാതെ, ഭക്ഷണമില്ലാതെ ഒരു ജനത ലോകത്തോട് നിന്നുകൊണ്ട് പൊരുതുകയാണ്. ആ പോരാട്ട വീര്യത്തെയാണ് ഐക്യദാർഢ്യത്തിലൂടെ SYS പിന്തുണ ഏൽപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്രമേൽ കരുത്തുള്ളതാണത്, എത്രമേൽ കരുത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളെ അങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് ഞങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല. അത്രമേൽ ഞങ്ങളുടെ ആത്മാവ് ഉറച്ചിരിക്കുന്നു. ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരമായ ഒരു നല്ല നാളേക്ക് വേണ്ടി ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് അറുതി വരുത്താൻ വേണ്ടി വംശഹത്യ തന്നെ ചെയ്യുകയാണ്. ഓരോ ദിവസവും 70, 80, 50 പേരെ കൊന്നു തള്ളിയെങ്കിൽ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉറക്കം വരൂ എന്നാണെങ്കിൽ ഈ ധാർഷ്ട്യത്തിന്റെ രാജദർബാറുകളെ, ആക്രമത്തിന്റെ അഹങ്കാരത്തിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ലോക മാനവരാശിയെ ശക്തി ക്ഷണിക്കുകയാണ് SYS ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിസ്സംഗത എന്നുള്ളത് അത് വലിയ ആഭാസകരമായ ഒരു വാക്ക് തന്നെയാണ്. കാര്യങ്ങൾ അക്രമവും അനീതിയും സ്വജനപക്ഷപാതവും ഒക്കെ അറിഞ്ഞുപാടുന്ന സമയത്ത് അവിടെ നമ്മൾ നിസ്സംഗരായിരിക്കുക എന്നുള്ളത്, നിസ്സംഗത എന്നുള്ളത് അത് വലിയ തെറ്റാണ്. മൗനം ദീക്ഷിക്കുക എന്നുള്ളത് വലിയ അപരാധമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്രമേൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രവർത്തകർ ഒഴുകിയെത്തുന്ന സമയത്ത് അതിനെങ്കിലും പ്രതീക്ഷയോട് കാണാനുള്ള താല്പര്യമെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ആലോചിക്കുക, തെരുവിലലയുന്ന കുട്ടികളെ ആലോചിക്കുക. ഒരു കാരണവുമില്ലാതെ എണി കടന്നുറങ്ങുന്ന സമയത്ത് എപ്പോഴാണ് മരണമെന്ന് സാധാരണ നമ്മൾ പറഞ്ഞു, എപ്പോഴാണ് പലസ്തീനിലെയും ഗസയിലെയും കുട്ടികളുടെ മരണമെന്ന് ഇന്നത് പറയാനും കഴിയുന്നില്ല. ക്ഷണനേരം കൊണ്ട് ഭൂതപരിശയുടെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ അതിൽ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 50 പേരെ കൊന്നാൽ, 100 പേരെ കൊന്നാൽ ലോക ചരിത്രത്തിൽ വംശഹത്യയിലേക്ക് പലസ്തീനിൽ നിന്ന് 1000 പേരെ കൂടി ഇന്ന് ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപിന് അയച്ചു കൊടുക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനോട് പറയുകയാണ്. അങ്ങനെ ഊർന്നിച്ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി. ലോകത്തിന് മുന്നിൽ ഈ ധിക്കാരി രാഷ്ട്രങ്ങൾ ആയുധ കച്ചവടത്തിലൂടെ, ലോകത്ത് ആയുധ കച്ചവടത്തിലൂടെയും മറ്റുമൊക്കെ ഇടപാടുകളിൽ, പ്രതിരോധ ഇടപാടുകളിലൂടെയും സമ്പത്ത് വാരിക്കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പട്ടണപ്പാവങ്ങളെ വീണ്ടും വീണ്ടും വിശന്ന് ഒട്ടിയ ഈ പാവങ്ങളുടെ നേരെ പൈശാചികതയുടെ പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഞങ്ങളിതാ അതിലൊരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത നഗരങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിക്കൊണ്ട് അവര് മരണഭയമില്ലാതെ അതാ ഏതാനും സമയത്തിനുള്ളിൽ, ഏതാനും ദിവസത്തിനുള്ളിൽ ഗസ തീരത്തേക്ക് നടന്നെടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ നടന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ആക്രമിക്കുമെന്നും ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് പറയാൻ സാധിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തിട്ടൂരമിടുകയാണ്. 16 വെസലുകൾ ഇതിനകം ആക്രമിച്ചു കഴിഞ്ഞു. അവർ പറയുന്നത് ഞങ്ങൾ ആക്രമിക്കുകയും ഒരുപക്ഷെ കൊല്ലുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ കൊന്നൊടുക്കിയാൽ, ഇറ്റലി പറഞ്ഞു, അങ്ങനെ കൊന്നൊടുക്കിയാൽ അതിന് തിരിച്ചും പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്താണ് കൊല്ലാതെ അവർ പിടികൂടിയിരിക്കുകയാണ്. ആ ഭക്ഷണമെല്ലാം അവിടെ മാറ്റിയിട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുന്നിൽ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ജനതയുടെ മുന്നിലൂടെ വീണ്ടും വീണ്ടും നീതി നിഷേധത്തിന്റെയും ഭക്ഷണ നിഷേധത്തിന്റെയും ഒക്കെ വല്ലാത്ത പേടിപ്പെടുന്ന കഥകളാണ് പറയുന്നത്. ഇന്ന് ഗസയാണെങ്കിൽ നാളെ മറ്റൊരു രാജ്യത്തിന് ഈ ഗതി വരാനിരിക്കുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഈ സംഘസരണിയിലേക്ക്, ഈ മഹത്തായ പ്രതിരോധ മുറകളിലേക്ക്, ഈ പ്രതിരോധത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് നടന്നെടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ തെരുവോരങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലൂടെ എഴുതിയും പറഞ്ഞും പാടിയും പ്രതിരോധിച്ചും പ്രസംഗിച്ചുമൊക്കെ നമ്മുടെ ചരിത്രം ഇതാണെന്ന് പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയും
അങ്ങനെ ഗസയിലെ ജനതയ്ക്ക് പ്രതീക്ഷയുള്ള നാടുകളെ കാണിച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു യുവതി കേരളത്തിൽ നിന്ന് പ്രയാസപ്പെടുന്ന ഗസയിലെ ജനതയ്ക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇന്ന് ഗസയിൽ നിന്ന് ശുഭവാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾ വെള്ളക്കടലാസിൽ എഴുതിക്കൊണ്ട് താങ്ക്സ് ലോട്ട് എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത ശബ്ദങ്ങളായി ലോകത്തിന്റെ വ്യത്യസ്ത വഴികളിലൂടെ ആളുകൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പുതിയ തലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയവാദത്തിന്റെയും പുതിയ വഴികളിലൂടെ മലയാളികളും കയറിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. ഭക്ഷണം നിഷേധിക്കപ്പെട്ടവന്റെ മുന്നിൽ അവന്റെ ചരിത്രം എന്താണ്? അവന് വർഗീയവാദമില്ല, അവന് ഭീകരവാദമില്ല, തീവ്രവാദമില്ല. വിശക്കുന്നു എന്ന് പറയുന്നവന് ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ, ദാഹിക്കുന്നു എന്ന് പറയുന്നവന് ഒരു പിടി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ അവിടെ വേണ്ടത് മതമല്ല, ജാതിയല്ല, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം മരവിക്കാത്ത കാട്ടോളത്തുള്ളിരാകാത്ത മനസ്സിന്റെ ഉടമകൾ മുഴുവൻ ആളുകളും ഈ പ്രതിരോധ വഴികളിലേക്ക് നാളെയും മറ്റന്നാളുമായി ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ നടന്നെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, SIS-ന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും SSF-ന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനമാണ് ഇവിടെ സമാപിക്കുന്നത്. ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രസ്ഥാന ബന്ധുക്കൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബഷീർ ഹുസൈൻ ഉസ്താദ്, അഷ്റഫ് ഖത്താബി, പ്രൗഢമായ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട നജീം മാസ്റ്റർ ഇലക്ട്രിക്കൽ തുടങ്ങിയ മുഴുവൻ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ശില്പത്തിരിക്കുന്നത് ഈ പ്രകടനത്തെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്ഥലത്തോടുകൂടെ ഈ പ്രകടനം അവസാനിപ്പിക്കുന്നതായിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.